സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ മികവിന് സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ഒരുക്കിയതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പോളിടെക്നിക്, ടെക്നിക്കൽ ഹൈസ്കൂൾ, TKM-IT ഉൾപ്പെടെ എഴുകോണിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ വർദ്ധിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. എഴുകോൺ പോളിടെക്നിക്കൽ ഡ്രോൺ റിസർച്ച് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫ്യൂസിലേജിന്റെ ഡ്രോൺ നിർമ്മാണ യൂണിറ്റ് പോളിടെക്നിക്കിൽ ആരംഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഡ്രോൺ പരിശീലനം, റിപ്പയറിംഗ് കോഴ്സുകൾ തുടങ്ങിയവയും അനുബന്ധമായി ആരംഭിക്കും. സോഹോ ക്യാമ്പസ്, വർക്ക് നിയർ ഹോം, IT പാർക്ക് എന്നിവ സാങ്കേതിക മേഖലയിൽ കൂടുതൽ ജോലി സാധ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 കോടിയിലധികം രൂപ ചിലവിലൊരുക്കുന്ന അറുപറക്കോണം നെടുമ്പായിക്കുളം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ വർദ്ധിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സൗകര്യങ്ങൾ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പുതിയ ഒരു ബ്ലോക്ക് ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചത്. അത് നിർമ്മിക്കുക മാത്രമല്ല, ആ മേഖല വളരെ വൃത്തിയായിട്ട്, ആ ഭാഗം കുറച്ചുകൂടി വളരെ മനോഹരമായിട്ട് ആ ക്യാമ്പസ് മാറിയിട്ടുണ്ട്. നേരത്തെ പോളിടെക്നിക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു JTS കിടന്നത്. അപ്പൊ പോളിടെക്നിക്ക് വിപുലമായ പോളിടെക്നിക്കായി കഴിഞ്ഞ ദിവസം പോളിടെക്നിക്കിലെ ഡ്രോൺ റിസർച്ച് പ്രവർത്തനങ്ങളുടെ ഒരു സെന്റർ തുടങ്ങി. ഡ്രോൺ റിസർച്ച് പാർക്കിന്റെ തൽക്കാലം തുടങ്ങുന്ന ഒരു ക്യാമ്പസും അവിടെ ഷോർട്ട് ടൈം കോഴ്സസും തുടങ്ങി. ഡ്രോണ് നിർമ്മിക്കുന്ന ഒരു കമ്പനി, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് കമ്പനി, ആ ടെക്നിക്കൽ സ്കൂളിന്റെ തുടർച്ചയായിട്ട് മറ്റ് സംവിധാനങ്ങൾ വരുമ്പോൾ ഈ തരത്തിലുള്ള ജീവിതഗന്ധിയായ നല്ല ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങളും വരും എന്നുള്ളത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ കൂടുതൽ തർക്കിപ്പിക്കുന്നില്ല. കോളേജും ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു അധ്യക്ഷത വഹിച്ചു. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 1.62 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ വർക്ക്ഷോപ്പ് കെട്ടിടം നിർമ്മിച്ചത്. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് അംഗം K. ഓമനക്കുട്ടൻ, എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് S. ശ്യാംകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.